ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ആപ്പിൾ ട്രീ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്സിന്റെ കുറച്ച് പ്രോബ്ലം സീരീസ് തുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസിന്റെ സീരീസ് തുടങ്ങണമെങ്കിൽ ലൈറ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റേറ്റ് സിലബസിനും CBSE-കാർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ലൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രോബ്ലംസിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ തിയറി ഒക്കെ എടുത്ത് ഏകദേശം നമ്മൾ എക്സാമിനോട് അടുത്തിരിക്കുകയാണ്, ബോർഡ് എക്സാമിനോടും പബ്ലിക് എക്സാമിനോടൊക്കെ അടുത്തിരിക്കുന്ന മക്കളാണ്. അപ്പോൾ നിങ്ങൾ തിയറി ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ പ്രോബ്ലംസിലായിരിക്കും കുറച്ചൊരു കൺഫ്യൂഷൻ. എങ്ങനെ ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത് നമ്മുടെ പ്രോബ്ലം സെക്ഷനിലായിരിക്കും. അപ്പോൾ അതിന് സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലൈറ്റ് ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ലൈറ്റ് ചാപ്റ്ററിൽ നിങ്ങൾ എന്താ പഠിക്കുന്നത്? ലൈറ്റിൽ നമ്മുടെ ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ട്രാവൽ ചെയ്യുക, വാക്വത്തിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ എന്ന് നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ് അല്ലെങ്കിൽ സ്പെക്ട്രം ആയിട്ടാണ് ഇത് വരുന്നത് എന്നറിയാം. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരാളാണ് നമ്മുടെ ലൈറ്റ് എന്നറിയാം. ഈ ലൈറ്റിന് രണ്ട് നേച്ചർ ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് രണ്ട് നേച്ചർ? വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും. ലൈറ്റിൽ നിങ്ങൾ 10th പഠിക്കുന്നത് എന്താണ്? ലൈറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെയാണ്. എന്താണ്? റിഫ്ലക്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ? റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിങ്, ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഏതാണ്? റിഫ്ലക്ഷൻ ആണ്. എന്താ റിഫ്ലക്ഷൻ മക്കളെ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് വന്നിട്ട് ഒരു സർഫസിൽ വന്ന് തട്ടി, അപ്പൊ അതെന്ത് ചെയ്യും? അത് ബൗൺസസ് ബാക്ക് ടു ദ സെയിം മീഡിയം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലക്ഷൻ. When the light hits on a surface, it will be bounces back to the same medium. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ റിഫ്ലക്ഷനിൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, അത് എന്തായാലും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച മിറർ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് മിറർ ഇക്വേഷൻ? 1/f is equal to 1/u plus 1/v അല്ലേ? 1/u plus 1/v. This is our mirror equation. Okay, so 1/u കുറച്ച് ചെറുതായി പോയോ? Okay, so 1/u plus 1/v ആണ്. അപ്പൊ നമുക്ക് അറിയണം ആരാണ് f, ആരാണ് u, ആരാണ് v, ഇതൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പൊ അതിന് മുന്നേ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് മിറേഴ്സ് അല്ല, 3 മിറേഴ്സ് ഉണ്ട്. ആരൊക്കെയാണത്? പ്ലെയിൻ മിറർ ആൻഡ് രണ്ട് സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺകേവ്, കോൺവെക്സ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുഖമൊക്കെ നോക്കി സുന്ദരികളായിട്ട് പോകുന്ന നമ്മുടെ പ്ലെയിൻ മിറർ അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് കോൺകേവും കോൺവെക്സും. ഓക്കെ, രണ്ട് മിറേഴ്സ് ആണുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? സ്ഫെറിക്കൽ മിറേഴ്സിന്റെ കാര്യം പറയുന്നത്. കോൺകേവും കോൺവെക്സും. എടാ, കോൺകേവ് എന്ന് പറഞ്ഞാൽ, കേവ് എന്ന് പറഞ്ഞാൽ ഗുഹയല്ലേ? ആണ്. അപ്പോ ഈ മിററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇങ്ങനെ ഞാൻ ഈ ലൈൻ വരയ്ക്കുന്നത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അതായത് അവിടെ എന്ത് നടക്കില്ല? നമ്മുടെ റിഫ്ലക്ഷൻ നടക്കില്ല. ദാറ്റ് മീൻസ് ലൈറ്റ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യില്ല? തിരിച്ച് അതേ മീഡിയത്തിലേക്കും വരില്ല. അതാണ് മീനിങ്. അപ്പൊ ഈ ഭാഗമാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. സോ ലൈറ്റ് ഇവിടെ വന്ന് തട്ടുമ്പോൾ അവൻ എന്ത് ചെയ്യും? ബൗൺസസ് ബാക്ക് ചെയ്യും. ഓക്കെ, ഫൈൻ. ആൻഡ് കോൺവെക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അതായത് ഇവന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്. ഇവൻ എന്താ? ഉള്ളിലേക്ക് കുഴിഞ്ഞതാണ്. ഇവൻ എന്താ? പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ്. സോ കേവ് ഒരാളെ ആലോചിച്ചാൽ മതി. കേവ് എന്ന് പറഞ്ഞ ഒരു ഗുഹയാണ്. ഇപ്പൊ നമ്മളിവിടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഗുഹയുടെ ഉള്ളിലേക്കാണ് പോകുന്നത് അല്ലെ? സിനിമ കണ്ടിട്ടില്ലേ? അതിലില്ലേ ഗുണാക്കേവിലേക്ക് പോകുന്നില്ലേ? അതേപോലെ ഇവിടെ ഗുണാക്കേവിന്റെ ഉള്ളിലേക്കാണ് വീണത്. അപ്പൊ ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളിലേക്കാണ്. അപ്പൊ ഇവൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മള് എക്സ് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനൊക്കെ നമ്മൾ എന്താ പുറത്താക്കിയതാണ് അല്ലെ? അത് പഠിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ എക്സ് ആണെങ്കിൽ എന്താണ്? പ്രൊജക്റ്റിംഗ് ഔട്ട്വേർഡ് ആണ്. ഈ കോൺകേവ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്ങനെയാ? ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിയണം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു കോൺകേവ് മിററിന്റെ ഈ കാര്യങ്ങൾ അറിയണം. യു എന്താ, വി എന്താന്ന് അറിയണം. അതിന് മുന്നേ അതിന്റെ പാർട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയണം അല്ലെ? നമ്മളിപ്പോ ഒരു വണ്ടിയാണെങ്കിലും അവനവരുടെ പാർട്സ് ഉണ്ടാവില്ലേ? അതേപോലെ നമ്മൾക്ക് ഈ മിറേഴ്സിന് വേണ്ടിയിട്ട് അവൻ്റെതായിട്ടുള്ള പാർട്സും ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കണം. അപ്പൊ ഇത് നമ്മൾ കോൺകേവ് മിറർ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺകേവ് മിറർ എടുക്കുമ്പോൾ നമുക്ക് അറിയാം, ഇത് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ അല്ലെ?
അങ്ങനെയാണെങ്കിൽ അവനൊരു സെന്റർ ഉണ്ടാവില്ലേ? അതിനെ നമ്മൾ എന്ത് പറയും? സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും. എന്താ പറയുക മക്കളെ? സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ റിഫ്ലക്റ്റിംഗ് സർഫസ്, അതായത് നമ്മുടെ ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ പോൾ എന്ന് പറയും. എന്താ പറയുക മക്കളെ? പോൾ. പോൾ എന്ന് പറയും. ഓക്കെ. സോ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സെന്റർ ഓഫ് കർവേച്ചറിനെ നമ്മുടെ പോളിനെയും കൂടെ ഒരു ലൈൻ വരയ്ക്കുക. ആക്ച്വലി അങ്ങനെ ഒരു ലൈൻ അവിടെ ഇല്ല. അതിന് നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള ലൈനാണ്. അതുകൊണ്ട് അവന്റെ പേര് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇറ്റ്സ് എ ഇമാജിനറി ലൈൻ. ഓക്കെ. പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അവൻ ഒരു ഇമാജിനറി ലൈൻ ആണ്. പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു കോൺകേവ് മിററിൽ നമ്മൾ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിൽ നിന്നും ലൈറ്റ് റേസ് വരും. അതെങ്ങനെ വരാന്നറിയോ? വളരെ ദൂരെയുള്ള ഇൻഫിനിറ്റിയിലോ ഡിസ്റ്റന്റ് ആയിട്ടോ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഈ കോൺകേവ് മിററിലൂടെ അല്ലെങ്കിൽ കോൺവെക്സിലൂടെ നമ്മൾ നോക്കുന്നതെങ്കിൽ അതിലേക്ക് വരുന്ന റേസ് എല്ലാം പാരലൽ റേസ് ആയിരിക്കും. ആരോട്? നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിനോട്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കീവേഡ്സ് ഉണ്ടായിരിക്കും, കീ പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതായത് എന്താണ്? ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അറ്റ് ഇറ്റ് ഇസ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഡിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്, വളരെ ഡിസ്റ്റൻസ് കൂടിയിട്ടാണ്, ഇൻഫിനിറ്റിയിലാണ്. അപ്പൊ അവിടെ നിന്നും വരുന്ന റേസ് പാരലൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുന്ന എല്ലാ പാരലൽ റേസും ഇവിടെ നിന്ന് വരുന്ന എല്ലാ പാരലൽ റേസും കൂടെ എന്ത് ചെയ്യുന്ന അറിയോ? ഇവൻ ഇവിടെ വന്ന് തട്ടി. ഇനി എന്ത് സംഭവിക്കും? ഇവൻ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ നടക്കും. റിഫ്ലക്ട് ചെയ്തിട്ട് അവൻ ഇതാ ഇങ്ങനെ പോയി. അടുത്ത ആള് വന്നു, അവൻ ഇവിടെ തട്ടി. അവൻ എന്ത് സംഭവിക്കും? റിഫ്ലക്ഷൻ. അവൻ എന്ത് സംഭവിക്കും? ഇത് ഇങ്ങനെ പോയി. ഇങ്ങനെ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും ദാറ്റ് മീൻസ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലുള്ള പാരലൽ റേസ് അവരിവിടെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തു. ഞാൻ എന്താ പറഞ്ഞ? ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തു. അവന്റെ പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് വിത്ത് ലെറ്റർ എഫ് വി ആർ റെപ്രസെന്റിങ്. സോ നാലാമത്തെ ആള് ആരാ മക്കളെ? പ്രിൻസിപ്പൽ ഫോക്കസ്. ഓക്കെ. അങ്ങനെ ആണെങ്കിൽ എടാ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിന് നമ്മൾക്ക് എന്ത് പറയാം? ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. പ്രിൻസിപ്പൽ ഫോക്കസ് മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. സോ വിത്ത് ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് വി ആർ റെപ്രസെന്റിങ് അവർ ഫോക്കൽ ലെങ്ത്. അപ്പൊ എവിടെ എഴുതാം? ഓക്കെ. ഇവിടെ എഴുതിയ കാണുമോ? ഓക്കെ. നമുക്ക് ഇവിടെ മുകളിൽ എഴുതാം. സോ എന്താണത്? പ്രിൻസിപ്പൽ ഫോക്കസും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് ഫോക്കൽ ലെങ്ത്. എഫ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ. ആൻഡ് എടാ നമ്മുടെ ഈ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ഫിയറിന്റെ സെന്റർ ആണ്. ഈ സ്ഫിയറിന്റെ സെന്ററും പോളും തമ്മിൽ നോക്കിക്കേ. അത് ഈ സ്ഫിയറിന്റെ റേഡിയസ് അല്ലേ? അത് ഇതിന്റെ റേഡിയസ് അല്ലേ? യെസ്. അപ്പൊ ഇവരെ നമ്മൾക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ ആയിട്ട് പറയാം. ആരാണ്? ആറാണ്. അതെന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ മക്കളെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സെന്റർ ഓഫ് കർവേച്ചർ, പോള്, പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ആൻഡ് ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലേ? അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ വരയ്ക്കുവാണെങ്കിൽ അതാ കോൺകേവ് മിറർ വരച്ചു. ഇതൊരു സ്ഫിയറിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ, റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ സെന്റർ പോള്, ഇവർ കൂട്ടി വരയ്ക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്താണ്? പാരലൽ റേസ് ആണ് വരുന്നതെങ്കിൽ അവരെല്ലാം കൂടെ ഫോക്കസ് ചെയ്യുന്ന ഭാഗം പ്രിൻസിപ്പൽ ഫോക്കസ്. Distance between the principal focus and pole focal length f and the center of curvature pole തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് എന്തിനാ പറയുന്നത്? മെയിൻസ് തിയറി അല്ല എന്ന് പറഞ്ഞിട്ട് എന്താ തിയറി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. കാരണം നമ്മുടെ എക്സാമിനോട് അടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നും കൂടെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പറഞ്ഞേക്കാണ്. ഓക്കെ. സോ നോക്കടാ, ഈ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിൽ ഒരു റിലേഷൻ കാണാനുണ്ടോ നിങ്ങൾക്ക്? എന്താണത്? അതെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു 12 ആണ്. അതായത്
നമ്മളുടെ ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കും നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഇതിലത്തെ. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ 15 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ മക്കളെ? 15 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താവും? 2 × 15 എത്ര വരും മക്കളെ? 30. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ 30. നേരെ തിരിച്ചിട്ട് വെക്കാം. 30 സെന്റിമീറ്റർ റേഡിയസ് ഓഫ് കർവേച്ചർ ഉള്ളതിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കാം. എത്രയാണ്? പകുതിയല്ലേ? R = 2f ആണെങ്കിൽ f = r/2 ഇങ്ങോട്ട് വരും അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്സ് ഓഫ് എ മിറർ നമ്മൾ പറഞ്ഞു. ഇത് കോൺകേവിനും കോൺവെക്സിനും സെയിം തന്നെയാണ്. കോൺകേവ് മിററിനാണ് നമുക്ക് കുറച്ചുകൂടി ഈസി വരയ്ക്കണം, അതുകൊണ്ട് നമ്മൾ വരച്ചതേ ഉള്ളൂ. കോൺവെക്സിനാണെങ്കിൽ സെയിം ആ വരിക, ഇങ്ങോട്ടല്ലേ വരിക. അപ്പൊ അതിന്റെ റിഫ്ലക്റ്റീവ് സർഫസ് ഇങ്ങോട്ട് വരും, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പോകും, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നോക്കാനുള്ളത് മിറർ ഫോർമുലയാണ്. അപ്പൊ അതിൽ മിറർ ഫോർമുലയിൽ നമുക്ക് യു എന്താ, വി എന്താ, എഫ് എന്താന്നാണ്. എഫ് എന്താ നമുക്കിപ്പോ അറിയാം അല്ലേ? ഓക്കെ, അപ്പോ ഇത് നമ്മളൊരു കോൺകേവ് മിറർ എടുത്തു. ഇത് കോൺകേവിനും കോൺവെക്സിനും സെയിം ആണ് കേട്ടോ. അതായത് നമ്മുടെ പാർട്സ് ഓഫ് മിറർ നമ്മൾ പറഞ്ഞില്ലേ, അത് സെയിം ആണ് രണ്ടു പേർക്കും. ഓക്കെ, സോ കോൺകേവ് മിറർ എടുക്കുമ്പോൾ നമ്മളിവിടെ സെന്റർ ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്, പി ഉണ്ട്, ഓൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിനെ കുറച്ചിതായിട്ട് ഇവിടെ ഇങ്ങനെയായിട്ട് ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചു, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചു. നമ്മുടെ കോൺകേവ് മിറർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇമേജ് ഫോർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഇമേജ് ഫോർമേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റേ ഡയഗ്രാം. യു ഷുഡ് സ്റ്റഡി ദാറ്റ്. ഓക്കെ, വരച്ച് അത് പഠിക്കണേ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അത് എന്തായാലും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചപ്പോൾ നമുക്ക് 2 റേസ് ആണ് അതിന് വേണ്ടത്. അതിന്റെ റൂളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ഇതായി റേസ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് നമ്മൾക്ക് ഇമേജ് ഇതാ ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കാം, IM എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ഒബ്ജക്റ്റും പോളും തമ്മിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ റിഫ്ലക്റ്റിംഗ് സർഫേസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U ആയിട്ട് എടുക്കാം. എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U? സോ U എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ pole and object. It is a distance between pole and object. Is it clear? Okay. And അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടി. ഈ ഇമേജും നമ്മുടെ പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ്, that will be V. What is V? V is the image distance. എന്താണ്? Image distance. What is image distance? It is the distance between image and the pole. Okay. And focal length, that already you know. That means the distance between the focus and the pole, that is focal length f. അല്ലേ? focal length ആണ്. Okay. അപ്പോൾ അതറിയാം. അപ്പോൾ U അറിയാം, V അറിയാം, F അറിയാം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഒരു കാര്യം ആലോചിക്കണം. ഒബ്ജക്റ്റ് നമ്മൾ എപ്പോഴും എവിടെയാ വെക്കുക? ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, കാരണം റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എവിടെയാ വെക്കുള്ളൂ? ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കുള്ളൂ. അതൊന്ന് ആലോചിക്കാം. ആൻഡ് ഇമേജ് ചിലപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും, ചിലപ്പോൾ നമുക്ക് ഈ സൈഡിൽ കിട്ടും. നമുക്ക് ഒരു കാര്യം കൂടി അറിയാനുണ്ട്, സൈൻ കൺവെൻഷൻ. ഓക്കെ, അത് ഞാനൊരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് തരാം. ഇതിന് കോൺകേവ് മിറർ, ഇത് കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്താ മക്കളെ? കേവ് ആണ്, ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗം. കോൺവെക്സ് പുറത്തേക്ക് ബൾജിങ് ഔട്ട്. അപ്പൊ ഇതില് യു എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. What it is? It is the distance between the pole and object. ഞാൻ എന്തിനാണ് ചോദിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ പഠിക്കുമ്പോഴും ഒരു കാര്യം എഴുതുമ്പോൾ ഓക്കെ ഞാൻ ഇതാണ് പഠിക്കുന്നത്, മിറർ ഫോർമുല 1/f = 1/u + 1/v. അപ്പൊ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, what is u? u is the object distance. Okay, so what is object distance? It is the distance between the pole and the object. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കണം നിങ്ങളോട്. ഓക്കെ, അപ്പൊ അത് ചോദിക്കണം. കോൺകേവ് മിററിലാണെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസിന്റെ സൈൻ കൺവെൻഷൻ എന്താ എന്നുള്ളത്. സോ ഞാൻ സൈൻ കൺവെൻഷൻ എന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, അതിന്റെ ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക് ആയിരിക്കും. അത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സൈൻ കൺവെൻഷൻ അത്ര പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇതിപ്പോ ഇത് കാണാതെ പഠിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യണം. എല്ലാം ഹാർഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടില്ല, ചിലത് നമ്മൾ സ്മാർട്ടായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, കാണാതെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത് ലെറ്റ്സിനും വരുന്നുണ്ട്, അത് കമ്പൈൻ ആയിട്ട് പിന്നെ വേറൊരു ടേബിൾ തരാം. അതായത് നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിലൊക്കെ MCQ ആണ്. ഇപ്പൊ നിങ്ങൾക്കും MCQ കൂടുതലാണ്. അപ്പൊ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ ഇത് കോൺകേവ് ആണ്, അപ്പൊ ഇങ്ങനെയാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ കോൺകേവ് മിറർ ആയിക്കോട്ടെ, കോൺവെക്സ് മിറർ ആയിക്കോട്ടെ, യു ഓൾവേസ് നെഗറ്റീവ്. ഞാൻ എന്താ പറഞ്ഞത്? കോൺകേവ് ആയിക്കോട്ടെ, കോൺവെക്സ് ആയിക്കോട്ടെ, യു ഓൾവേസ് നെഗറ്റീവ്. വാട്ട് ഈസ് യു? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതായത് എന്താ അതിന് കാരണം? നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിനെ എപ്പോഴും വെക്കുന്നത് എവിടെയാ മക്കളെ? നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം നെഗറ്റീവ് ആണ് മെഷർ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ ഇമേജ്
കോൺകേവില് നിങ്ങൾ 6 സിറ്റുവേഷൻസ് ആണ് പഠിക്കുന്നത്. ആദ്യത്തെ 5 സിറ്റുവേഷനിലും നമുക്ക് കിട്ടുന്ന നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഇപ്പൊ ഇതാണ് ലെഫ്റ്റ് എങ്കിൽ എവിടെയാണ് ഒബ്ജക്റ്റ് വെക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മുടെ ഇമേജ് കിട്ടുന്നത്. നോക്കുന്നുണ്ടോ? ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ നമുക്ക് ഫോക്കസിൽ കിട്ടുന്നു. ബിയോണ്ട് സി കിട്ടുമ്പോൾ നമുക്ക് ബിറ്റ്വീൻ സി ആൻഡ് എഫ് കിട്ടുന്നു. നമ്മൾ അറ്റ് സി വെക്കുമ്പോൾ അറ്റ് സി തന്നെ കിട്ടുന്നു. നമ്മൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കുമ്പോൾ നമുക്ക് ബിയോണ്ട് സി കിട്ടുന്നു. നമ്മൾ അറ്റ് എഫിൽ വെക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റിയിൽ കിട്ടുന്നു. എഫിനും പിക്കും ഇടയിൽ വെക്കുമ്പോൾ ദാറ്റ് ഇസ് ദ ലാസ്റ്റ് കണ്ടീഷൻ. കണ്ടീഷൻ അല്ല, എന്താണ് ലാസ്റ്റത്തെ ആ ഒരു ഭാഗം. അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾക്ക് ബിഹൈൻഡ് ദ മിറർ, ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ പിക്കില്ല അല്ലെ, ഓക്കെ, റൈറ്റ് സൈഡിലാണ് കിട്ടുന്നത്. അതാണ് ഈ റെക്റ്റ് ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്ലസ് ഓർ മൈനസ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 5 സിറ്റുവേഷനിലും വി ലെഫ്റ്റിലാ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നെഗറ്റീവാ. വി നെഗറ്റീവ് ആണ് ലെഫ്റ്റിലാകുമ്പോൾ. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് സിറ്റുവേഷൻ. എപ്പോഴാണ്, ബിറ്റ്വീൻ എഫ് ആൻഡ് പിയിൽ വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഇവനെ പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അത് കഴിഞ്ഞ് കോൺവെക്സില് നമ്മൾക്ക് ആകെ ഒരേ ഒരു കണ്ടീഷനെ പഠിക്കാനുള്ളൂ. 2 കണ്ടീഷൻ. ഒന്ന് ഇൻഫിനിറ്റിയിൽ വെക്കുന്നത്, പിന്നെ എവിടെയാണെങ്കിലും പോളിനും ഇതിനും ഇടയിൽ എവിടെ വേണമെങ്കിലും വെക്കുന്നത്. ഇതിൽ നമ്മൾക്ക് എന്താണ് സംഭവം, നമുക്ക് ആകെ എപ്പോഴും നമുക്ക് ഈ റെക്റ്റ് ഇമേജ് ആണ് കിട്ടുന്നത്. അത് എപ്പോഴും ബിഹൈൻഡ് ദ മിറർ ആണ് അല്ലെ. സോറി, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യണേ. ബിഹൈൻഡ് ദ മിറർ, അതായത് നമുക്ക് ഇറക്റ്റ് ഇമേജ് ആണ് എപ്പോഴും നമ്മുടെ ഒരു കോൺവെക്സ് മിറർ നമുക്ക് തരുന്നത്. എന്താ, ഓൾവേസ് ഗിവ്സ് എ ഇറക്റ്റ് വിർച്വൽ ഡിമിനിഷ്ഡ് ഇമേജ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമാണ്, സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെക്കേണ്ട കാര്യം. എന്താ ഞാൻ പറഞ്ഞത്, ഓൾവേസ് എ കോൺവെക്സ് മിറർ ഗിവ്സ്, എന്താ അതിന് ബ്രാക്കറ്റ് എഴുതി വെക്കാം, ഇറക്റ്റ് വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് അല്ലേ. ഇറക്റ്റ് എന്ന് പറഞ്ഞത് എന്താ, നിവർന്നത്. വിർച്വൽ എന്ന് പറഞ്ഞത് എന്താ, നിവർന്ന ആൾക്കാരെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, യഥാർത്ഥമായിട്ട് കണക്കാക്കില്ല. എവിടെ, ഫിസിക്സിൽ റിയൽ ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ വിർച്വൽ, മിഥ്യ ആയിട്ടുള്ള ഇമേജ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചെറിയത്, കുഞ്ഞീത്. ഓക്കെ, കുഞ്ഞി ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ അത് പഠിക്കണം. സ്റ്റാർ ഇട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. സ്റ്റാർ ഇട്ട് വെക്കുക, കാരണം അത് MCQ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അവരെപ്പോഴും ഒബ്ജക്റ്റ് എപ്പോഴും നമുക്ക് എന്തായിരിക്കും, യു നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് വാട്ട്സ് അബൌട്ട് ദ ഇമേജ്, ഇമേജ് എപ്പോഴും പോസിറ്റീവാ. ഇമേജ് എപ്പോഴും പോസിറ്റീവാ, അത് അങ്ങനെ പഠിക്കുക. കോൺവെക്സ്, ഇമേജ് എപ്പോഴും പോസിറ്റീവാ. പോസിറ്റീവ് ആയിട്ട് ആളാണ് ആരെ, കോൺവെക്സ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാടാ, കോൺവെക്സിൽ നമ്മൾ ഈ എക്സ് എഴുതില്ലേ, അത് പോസിറ്റീവ് അല്ലേ, അപ്പൊ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അപ്പൊ വി എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആണ്. പല പല രീതിയിൽ ഓർത്ത് വെക്കാം. ആൻഡ് ഫോക്കൽ ലെങ്ത് ഒന്ന് ആലോചിച്ചേ. നമ്മുടെ കോൺകേവ് മിറർ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നേ, ഇങ്ങനെയല്ലേ. അപ്പൊ അതിന്റെ കോൺകേവ് മിററിന്റെ ഫോക്കസ് ഇങ്ങോട്ടല്ലേ, ലെഫ്റ്റിലോട്ടല്ലേ. അപ്പൊ അതിന്റെ ഫോക്കസ് എപ്പോഴും എന്താ, നെഗറ്റീവാ. പക്ഷെ നമ്മൾ കോൺവെക്സ് വരയ്ക്കുമ്പോ ഇങ്ങനെയാ മക്കളെ, അപ്പൊ അതിന്റെ സ്ഫിയറിന്റെ ഭാഗം ഇങ്ങോട്ട്, അപ്പൊ അതിന്റെ ഫോക്കസ് പോസിറ്റീവാ. അപ്പൊ ഈ കാര്യം കാണാതെ പഠിക്കാം. ഓക്കെ, സോ യു നെഗറ്റീവ് ആണ് ഓൾവേസ്, സ്റ്റക്ക് ഓൺ യുവർ മൈൻഡ്. ആൻഡ് വി എന്ന് പറഞ്ഞാൽ കോൺകേവിന് പ്ലസ് ഓർ മൈനസ് വരും. നെഗറ്റീവ് ആണ് ആദ്യത്തെ 5 സിറ്റുവേഷൻ. പക്ഷെ ലാസ്റ്റ് സിറ്റുവേഷൻ ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ്. ആൻഡ് വാട്ട്സ് അബൌട്ട് കോൺവെക്സ്, അത് എപ്പോഴും പോസിറ്റീവ് ആണ്. ആൻഡ് ഫോക്കൽ ലെങ്ത് ഇതിന് നെഗറ്റീവ്, ഇതിന് പോസിറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. ഇനി പ്രോബ്ലത്തിലേക്ക് കടന്നിട്ടില്ല. അടുത്ത വീഡിയോയിലാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നത്, ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് കടക്കുന്നത്. അപ്പൊ മിറർ ഇക്വേഷൻ ുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പ്രോബ്ലത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുക, അതിലാണ് നമുക്ക് എന്താ ഉള്ളത്, നമ്മുടെ പ്രോബ്ലം സെക്ഷൻ വരുന്നത്. ഓക്കെ, ബൈ.